ഇപ്പോൾ അയോധ്യയിൽ ആ ഒരു കെട്ടിടം ഉണ്ടായിരുന്നത് പൊളിച്ചിട്ടാണല്ലോ ഇപ്പോൾ അയോധ്യ ക്ഷേത്രം വരുന്നത്. കോടതിയൊക്കെ അതിനെ അനുകൂലമായിട്ടുള്ള രീതിയിലൊക്കെ പറയുകയും ചെയ്തു. അവിടെ ഒരു ക്ഷേത്രം വരേണ്ടതാണ് എന്ന് തന്നെയാണോ സ്വാമി വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും. അല്ലാതെ അതൊരു പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയാന്നുള്ളൊരു അല്ല, പള്ളിയല്ല, അതൊരു അധിനിവേശ മന്ദിരമാണ്. അവിടെ ഉണ്ടായിരുന്ന പുരാതനമായിട്ടുള്ള ഒരു ദിവ്യ ക്ഷേത്രത്തെ തകർത്ത് ഉണ്ടാക്കിയ ഒരു അധിനിവേശ മന്ദിരമാണത്. നമ്മുടെ ചില ഇസ്ലാമികരായിട്ടുള്ള സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യമാണ്, അങ്ങനെ പൊളിച്ചു പണിതൊന്നും ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചിട്ട് ആരാധനാ കേന്ദ്രമാവില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ പോലും അത് പള്ളിയല്ല, ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചിട്ട് പോലും അത് പള്ളിയല്ല. അതങ്ങനെയാണ് ഇസ്ലാമിക വിശ്വാസം എന്നുണ്ടെങ്കിൽ. പ്രയോഗത്തിൽ അങ്ങനെയൊന്നുമല്ല ഇസ്ലാമിക വിശ്വാസം. പക്ഷേ ചില ആളുകൾ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ശരിക്കും പൊളിക്കേണ്ടതായിരുന്നു എന്നും അത് ഹിന്ദുക്കളുടെ ക്ഷേത്രം പഴയതുപോലെ തന്നെ പുനർനിർമ്മിക്കേണ്ടതാണെന്നും ഔറംഗസീബ് അല്ലെങ്കിൽ ബാബർ തുടങ്ങിയ ആൾക്കാരൊന്നും ചെയ്ത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമുകൾ കുറേ പേരില്ലേ ഇവിടെ? തീർച്ചയായിട്ടും ഉണ്ട്. അയോധ്യയിൽ തന്നെ ഉണ്ട്. അയോധ്യയിൽ തന്നെ എത്രയോ പേരുടെ ഇൻ്റർവ്യൂ അല്ല, നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാ ഇസ്ലാമും ഇങ്ങനെയാണ് എന്നുള്ളൊരു ഫീൽ അല്ല. അതേ നേതൃത്വം കൊടുത്തിരിക്കുന്ന ആർക്കിയോളജിസ്റ്റായിട്ടുള്ള മുഹമ്മദ് ജി, അദ്ദേഹം ഇസ്ലാം മതവിശ്വാസിയാണ്. ക്ഷേത്രമാണെന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് പറയുകയും അത് ക്ഷേത്രമാണ് വരേണ്ടത് എന്നുള്ള അഭിപ്രായമുള്ള ആളാണ്. ഇപ്പോൾ അയോധ്യയിലെ സാധാരണ ആളുകളുടെ ഇൻ്റർവ്യൂ വന്നിരുന്നു. ഞങ്ങളാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. പക്ഷെ അപ്പോഴും ഹിന്ദു വിശ്വാസികൾ അവിടേക്ക് തിരിഞ്ഞു നിന്നിട്ട് അഗർബത്തി കാണിക്കാറുണ്ട്, ദീപൊഴിയാറുണ്ട് എന്ന് പറയുന്ന. അത് അയോധ്യയിലും കാശിയിലും മധുരയിലും ഉണ്ടായിരുന്ന മുസ്ലിം മതവിശ്വാസികൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ആ കേന്ദ്രങ്ങൾ ഹിന്ദുക്കളുടെ കേന്ദ്രമാണ് വിട്ടുതരാനും അവിടെ ആ ക്ഷേത്രം പണിയാനും ഒക്കെ തയ്യാറായിരുന്ന ആളുകളാണ്. തയ്യാറായിരുന്നു. വലിയൊരു വിഷയമൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അതൊരു തയ്യാറായിരുന്നു. അതിൽ ഈ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ വക്താക്കളായിട്ടുള്ള പുറത്തു നിന്നുള്ള ഫണ്ടഡ് ഏജൻസികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഇർഫാൻ ഹബീബിനെ പോലുള്ള രാജ്യദ്രോഹികൾ. ഇർഫാൻ ഹബീബിന് അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ബന്ധമില്ലേ? ഇതിലുള്ള അറിയപ്പെടുന്ന ആളാണ്. അതെ. അവർ അവരുടെ വിഭാഗീയ ക്ഷുദ്ര പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ. ഹിന്ദു മുസ്ലിം തമ്മിൽ അടിച്ച് കലാപുണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് എന്ന് തിരിച്ചറിഞ്ഞ കുറച്ച് പേര്. അതെ. അതാണ് അതിനകത്തേക്കൊക്കെ നയിച്ചിരിക്കുന്ന കാര്യങ്ങളുള്ളത്.